ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്നീ രാത്രി സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ റോമാലേഖന പഠനത്തോടു കൂടാണല്ലോ ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നത്. ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തിനെക്കുറിച്ചാ പറഞ്ഞേന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. അതായത് ചാപ്റ്റർ 1ന്റെ 1 to 17 വരെ ഇൻട്രൊഡക്ഷനാ. പിന്നെ അത് കഴിഞ്ഞ് 1ന്റെ തന്നെ 18 തൊട്ട് 3ന്റെ 20 വരെ നമ്മളൊരു പ്രത്യേക വിഷയമാ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓർത്തിരിക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും. റോമാലേഖനം എന്ന് പറയുമ്പോൾ എല്ലാരും പറയുന്നത് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് പ്രയാസമുള്ള ഒരു ലേഖനമാണെന്നാ പറയുന്നത്. പക്ഷെ ഇങ്ങനെ പഠിച്ചാൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് എല്ലാം പറയുന്നില്ല എങ്കിലും 1ന്റെ 18 തൊട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം പാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതായത് ആളുകള് നമ്മൾ ഇതിന്റെ ജനറൽ തീം പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ ആ നീതീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുക അപ്പസ്തോലനോട്, ഇല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുക, എന്തിനാ ഈ നീതീകരണത്തിന്റെ ഒരു ആവശ്യകത? ഞങ്ങള് അങ്ങനെ ദൈവസന്നിധി ഞങ്ങളെ തന്നെ നീതീകരിച്ചൂടെ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവരോട് അപ്പസ്തോലൻ പറഞ്ഞു കൊടുക്കുവാ, നിങ്ങൾ ഈ പാപമുണ്ട്, അപ്പം നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ സ്വയമായിട്ട് നിങ്ങളെ തന്നെ പാപമുള്ളിടത്തോളം കാലം നീതീകരിക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം ആരാ? പരിശുദ്ധനാ. ദൈവത്തിന് പാപത്തോട് ഒരു കണക്ഷനും ഇല്ല. പുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോ പോലും പാവമില്ലാതെ ജീവിച്ച ദൈവപുത്രനെയാ നമ്മൾ കാണുന്നത്. അപ്പം ശരിക്കും ഒരു നീതീകരണത്തിന്റെ ആവശ്യകത അവിടാ വരുന്നത്. എവിടാ വരുന്നത്? പാപം നമ്മളിൽ ഇരിക്കുമ്പോ എന്തോ വേണം? ഒരു നീതീകരണത്തിന്റെ ആവശ്യകത. നീതീകരണം എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക്, പിന്നെ ചില ഭാഗത്ത് ഉപയോഗിക്കുന്നത് സാൽവേഷൻ, ഒരു രക്ഷയുടെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് പറ്റും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത്, ഇതിനൊരു ഹെഡിങ് കൊടുക്കുവാണെങ്കിൽ സിൻ. ഇനിയും ഇതിന്റെ മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഈ തിയോളജി, അതായത് ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പാസ്റ്റർ ഇത് പഠിപ്പിക്കുന്നതെങ്കിൽ പാസ്റ്റർ സിന്നിനെക്കാട്ടിലും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കണ്ടംനേഷൻ. അതായിരിക്കും പാസ്റ്റർ ഉപയോഗിക്കുന്നത്. അവിടെ ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇച്ചിരിയും കൂടെ ഒന്ന് ഇതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പറയുവാണെങ്കിൽ റൈച്ചസ്നെസ് ഡിമാൻഡഡ്, അതായത് ഒരു നീതീകരണം ആവശ്യമായി വരുന്നു. എന്തുകൊണ്ടാ വരുന്നത്? പാപമുള്ളത് കൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ ഒക്കും. അപ്പൊ ആദ്യത്തെ ഒരു ഗ്രൂപ്പിനെ ഇത് ഈ ഒരു റോമാലേഖനം എഴുതപ്പെട്ടത് ചില ഭാഗങ്ങളിൽ ഒരു പൗലോസ് തന്നെ ചോദിക്കുന്നു, പൗലോസ് തന്നെ അതിന് മറുപടി പറയുന്നു. അങ്ങനെ എഴുതിയത്. അതിന് ഡയാട്രിബേ എന്ന് പറയും, അല്ലെങ്കിൽ ഡയാട്രൈബ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ ഒരു സ്റ്റൈലിലാണ് ഇത് എഴുതപ്പെട്ടത്. അപ്പൊ ഇപ്പൊ നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ, നമ്മൾ ഇന്നലെ ചിന്തിച്ചത് ഒരു കോർട്ട് റൂമാന്ന് വിചാരിക്കുക. അവിടെ സകല മാനവജാതിയെയും കൊണ്ടു നിർത്തി പൗലോസ് ഒരു കൂട്ടരെ മാറ്റി നിർത്തിയിട്ട് അവരെ വാദിക്കുക, ഒരു പ്രത്യേക ഗ്രൂപ്പിനെ. അവരെ കണ്ടത് നമ്മൾ ആരായിട്ടാ കണ്ടത്? വിഗ്രഹാരാധികൾ. ഇല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുവാണെങ്കിൽ അവർ അനീതി പ്രവർത്തിക്കുന്നവർ, അഭക്തരായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർ, ജാതികൾ എന്നൊക്കെ പറയാം. അവരെ മാറ്റി നിർത്തി പൗലോസ് പറയുവാണ്, നിങ്ങൾ പാപികളാ. അപ്പൊ അവര് ചോദിക്കുക, എങ്ങനെയാ ഞങ്ങൾ പാപം ചെയ്യുന്നേ? ഇന്ന രീതിയിൽ നിങ്ങൾ പാപികളാ. അതിന്റെ ഏറ്റവും മെയിൻ പാപം, അവർ ദൈവത്തിന്റെ സത്യത്തെ തടുത്തു കളഞ്ഞു, വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ അവർ ചെയ്ത പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൃഷ്ടിയെ എന്തുകൊടുത്തു? ഇവര് ആരാധിപ്പാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ദൈവം എന്തുകൊടുത്തു? അവരുടെ മോഹങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ അവരെ അങ്ങ് അതായത് കയറഴിച്ച് വിടുക എന്ന് പറയുന്ന സ്റ്റൈലിൽ ദൈവം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്തേ. പാപം ചെയ്യാൻ അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം അവരുടെ ശരീരങ്ങളെ പാപം ചെയ്ത് അപമാനിച്ചു,
ഹോമോസെക്ഷാലിറ്റി നമുക്ക് അവിടെ കാണാം. പിന്നെ ഈ മനുഷ്യൻ വളരെ ഇത് ചെയ്യുക മാത്രമല്ല, ഇപ്പൊ ഇന്ന് കാനഡയിൽ നിൽക്കുന്നതും ഇത് തന്നെ. ഇവരറിയുന്നില്ല, ഇവര് അത് വലിയ കാര്യമാന്ന് വിചാരിക്കുമ്പോൾ ഒരു രീതിയിൽ ദൈവത്തിന്റെ ശിക്ഷയാണ് അവര് ഒരു പരിധി വരെ അവരുടെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായി തീരുന്നത്. പിന്നെ അങ്ങോട്ട് വരുമ്പോ കാണുക, ഇവരുടെ സ്വഭാവം അസൂയുള്ളവരാ, പിണക്കമുള്ളവരാ, നിഷ്ഠൂരന്മാരാ, ഗർഭിഷ എന്ന് വെച്ചാൽ ഏറ്റവും അധപ്പതിച്ച ഒരു രീതിയിലേക്ക് ഈ ജനം മാറ്റപ്പെടുന്നു. എന്നിട്ട് ഇവരുടെ പ്രത്യേകത പറയുന്നേ, ഇവര് ഇത് ചെയ്യുക മാത്രമല്ല, ചെയ്യുന്നവരിൽ അവര് സന്തോഷിക്കുന്നു. ഇവർക്കറിയാം ഈ പാപം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മരണത്തിന് യോഗ്യരാന്നറിയാം. അതെങ്ങനെ റെവലേഷൻ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലേ, ഇങ്ങനെ പാപം ചെയ്തവരെ എല്ലാം എന്ത് കൊടുക്കും? ദൈവരാജ്യത്തിൽ ഇവർക്ക് അവകാശമില്ല. രണ്ടാമത്തെ മരണം, അതായത് തീപ്പൊയ്കയിലേക്ക് അവരെ തള്ളിയിടുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർക്കറിയാമെങ്കിലും അവർ ചെയ്യുക മാത്രമല്ല, അത് മറ്റൊരാള് ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു. അവരെയും കൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനം. ഇനി അവരോട് പറയുക നിങ്ങൾക്ക്, അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ പാപം എന്തുവാ, അപ്പൊ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും അവർക്ക് രക്ഷ വേണമെന്ന് അവർക്ക് മനസ്സിലാകും. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിനെ അവരെ മാറ്റി നിർത്തിയെന്നൊന്ന് ഇമാജിൻ ചെയ്യേ. ഇനി കോട്ടിൽ അടുത്ത ഗ്രൂപ്പിനെ കയറ്റി നിർത്തുക. ആ ഗ്രൂപ്പ് ഏതാണെന്നാണ് ഇവിടെ പറയുന്നത്. 2-ാം അധ്യായം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളോവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അങ്ങനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ താഴേക്ക് വരുമ്പോൾ, ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നേ, ഈ ഒരാളുകളുണ്ടല്ലോ, അൺറൈച്ചസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ആദ്യമേ ചിന്തിച്ചേ. വിക്കഡായിട്ട് കിടക്കുന്നവരെ, ആ 18 ഭാഗത്തൊന്നിന്റെ ഇവരുടെ പ്രത്യേകത സെൽഫ് റൈച്ചസ് ആയിട്ടുള്ളവര്. അതായത് ഇവര് മോറൽ മാൻ എന്ന് പറയും. അതായത് സമൂഹത്തിൽ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നവർ. അവര് പറയുന്നേ, ഞങ്ങൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല, ഞങ്ങൾ കള്ളം പറയുന്നില്ല, ഞങ്ങൾ നല്ലത് മാത്രം ചെയ്യുന്നു, ഞങ്ങൾ ആരെ ഉപദ്രവിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന കുറെ ആളുകള്. അവരെ കുറിച്ച് അപ്പസ്തോലൻ, ഇല്ലെങ്കിൽ ദൈവാത്മാവ് അപ്പസ്തോലനിലൂടെ പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളോവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. ഇവരുടെ ഒരു സ്വഭാവം പറയുന്നത്, അത് ആദ്യത്തെ വാക്കിൽ നിന്ന് മനസ്സിലായി, ഇവരെന്തൊടുക്കുക, മറ്റുള്ളവരെ വിധിക്കുന്നവരാ. അവരവരുടെ സ്റ്റാൻഡേർഡിൽ മറ്റുള്ളവരെ വിധിക്കും. അവരവരെ തന്നെ നോക്കുമ്പോൾ അവരെല്ലാം പെർഫെക്റ്റാ. അപ്പൊ മറ്റുള്ളവനെ വിധിച്ചിട്ട് പറയും, നീ ഇന്നത് ചെയ്യുന്നു, നീ ഇന്നത് ചെയ്യുന്നു, നിനക്ക് രക്ഷയില്ല. അപ്പൊ അപ്പസ്തോലൻ പറയുവാണ്, നീ മറ്റുള്ളവനെ വിധിക്കുന്നവനാ, നിനക്ക് ഒരു എക്സ്ക്യൂസും ദൈവസന്നിധി പറവാനില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നത്. നീ അന്യനെ വിധിക്കുമ്പോ നീ ഒരു കാര്യം ഓർത്തോണം, ആ ഒരളവ് കൊണ്ടായിരിക്കുമല്ലോ അന്യനെ വിധിക്കുന്നേ, ആ അളവ് കൊണ്ട് തന്നെ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നേ. അതിന് കാരണം എന്തുവാന്നാ പറയുന്നത്, നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പുറമേ നോക്കിക്കഴിഞ്ഞാ, മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാ നല്ല കപടതയുള്ളവരാന്ന് വിചാരിക്കുക, നല്ല രീതി ജീവിക്കും. പക്ഷെ ഉള്ളിൽ എന്തുവാന്നറിയാവോ, വളരെ കാപട്യത്തോടുകൂടെ ജീവിക്കുന്നവര്, രഹസ്യ പാപങ്ങളുള്ളവര്. ഈ മനുഷ്യനെ ഇവര് കുറ്റം വിധിക്കുമ്പോ ഇവർ ഉള്ളിൽ തന്നെ, ഇല്ലെങ്കിൽ ഇവർ രഹസ്യത്തിൽ ഇത് ചെയ്യുക. ഇതെങ്ങനെ മനസ്സിലാകും? ദൈവം കണ്ടുകൊണ്ടിരിക്കുവല്ലേ. ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ ദൈവാത്മാവ് അപ്പസ്തോലനോട് പറയുക, മോറൽ മാനോട്, ഇല്ലെങ്കിൽ സെൽഫ് റൈച്ചസ് ആയിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നവരോട് പറയുക, നീയും പാപിയാ, നിനക്കും ദൈവസന്നിധിയിൽ ഒരു എക്സ്ക്യൂസും പറയാനൊക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ, ഒന്നാമത് നീ ചെയ്യുന്ന തെറ്റ്, നീ മറ്റുള്ളവരെ വിധിക്കുക. പിന്നെ അതെന്തുകൊണ്ടാ വിധിക്കുന്നതിനോടൊപ്പം തന്നെ നീ എന്ത് കാര്യത്തിൽ അവരെ വിധിക്കുന്നു, ആ കാര്യം തന്നെ നീ ചെയ്യുന്ന സ്വഭാവക്കാരൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നീയും ശിക്ഷായോഗ്യരാന്ന് അവരെ അപ്പസ്തോലൻ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ സുവിശേഷത്തിൽ കാണുമ്പോൾ അവിടെ പരീശന്മാരോടല്ലേ ദൈവം പറയുന്നത്, അവരെ കുറിച്ച് പറയുന്ന അവര് വെള്ള തേച്ച ശവക്കല്ലറ പോലാന്നാ പറയുന്നേ. അതായത് പുറമേ നോക്കുമ്പോ നല്ല ഭംഗി, നല്ലതോട് നടക്കുന്നു, നല്ല ഇത്, പക്ഷെ അകം എങ്ങനാ?
ശവക്കല്ലറയുടെ അകം എങ്ങനാ നാറ്റം വെച്ച അവസ്ഥയാ. അപ്പം അവര് പറയുന്ന ഇത് മറ്റുള്ളവർ അറിയത്തില്ലെന്നാ പറയുന്നത്. പക്ഷെ കാണുന്ന ദൈവം പറയുവാ, നിന്നെ ഞാൻ ന്യായം വിധിക്കും. നിനക്കും, അതായത് എന്റെ ന്യായവിധിയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ തീർച്ചയായിട്ടും വിധിക്കുമെന്നാ പറയുന്നേ. ഇനി അവിടെ തന്നെ സുവിശേഷത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു വ്യഭിചാരിയെ, ഒരു പാപിയായ ഒരു സ്ത്രീയെ കുറെ പേര് പിടിച്ചോണ്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അവര് കർത്താവിനോട് പറയുക, മോശയുടെ ന്യായപ്രമാണം പറയുന്നത് ഇവളെ എന്തു ചെയ്യണം? കല്ലെറിഞ്ഞു കൊള്ളണം. ഇനി കർത്താവിന്റെ അഭിപ്രായം എന്തുവാ? ശരിക്കും ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചല്ലേ. അപ്പൊ കർത്താവ് എന്തുവാ പറഞ്ഞേ? നിങ്ങൾ ഈ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അപ്പൊ എന്തോടുത്തു? എല്ലാരും എടുത്ത കല്ലെല്ലാം താഴെ ഇട്ടിട്ട് മടങ്ങി പോവാനായിട്ട് ഇടയായി തീർന്നു. ഇതാ മനുഷ്യന്റെ അവസ്ഥ. പുറമേ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാ, അവളെ വിധിച്ചോണ്ടാ വന്നേ. പക്ഷെ ദൈവം ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ സർവജ്ഞാനിയാകുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവരുടെ പാപങ്ങൾ മറഞ്ഞിരുന്നില്ല. കർത്താപ്പച്ചൻ ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്തൊടുത്തു? ആ സ്ത്രീയെ കല്ലെറിയാതെ മടങ്ങി പോവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഇവിടെ ആ ആളുകളോട്, മോറൽ മാൻ ഇല്ലെങ്കിൽ സെൽഫ് റൈച്ചസ് ആയിട്ടുള്ളവരോട് അപ്പസ്തോലൻ പറയുവാണ്, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാ. നിങ്ങളെ വിധിക്കുന്ന ആ അളവുകോല് കൊണ്ട് നിങ്ങൾക്കും ദൈവത്തിന്റെ വിധി, ന്യായവിധി ദിവസത്തിൽ നിങ്ങളെയും ദൈവം വിധിക്കും. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിധിക്കുന്ന നീ അത് തന്നെ ചെയ്യുന്നതെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിലായോ? ഇനി അവിടെ താഴേക്ക് വരുമ്പോ നമുക്ക് കാണാം, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ വിധി എങ്ങനാ? മനുഷ്യന്റെ മേലെ സത്യത്തോടെ. നമ്മളുടെ ദൈവം എന്ന് പറയുമ്പോ നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവമാ. ദൈവത്തിന് മുഖപക്ഷമില്ല. ഉണ്ടോ? ദൈവം ന്യായം വിധിക്കുന്ന നീതിയോടെ സത്യാനുസരണമായിട്ട് ന്യായം വിധിക്കുന്ന ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. ഇനിയും ഇവിടെ വിധിക്കുക ആ ഒരു ഭാഗത്തോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പൊ ഇച്ചിരിയും കൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. മത്തായിയുടെ സുവിശേഷം 7:1-3. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല പറഞ്ഞു വായിച്ചു സീനായെ. അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ നീ സഹോദരനോട്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. ഈ വിധിക്കുന്നവർ വേറൊരു പ്രത്യേകതയാ പറയുന്നേ. അവരെങ്ങനുള്ളവരാ? സ്വന്തം കണ്ണി കോലായിരിക്കും ഇരിക്കുന്നത്, എന്നിട്ട് അന്യനോട് പറയാ നിന്റെ കണ്ണി കരടായിരിക്കുന്നത്, ഞാൻ എടുത്തു തരാം. അപ്പൊ ദൈവം തന്നെ ചോദിക്കുക, നീ നിന്റെ കോലാദ്യമേ എടുത്തു മാറ്റേ, എങ്കിലേ അന്യന്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ നിനക്ക് യോഗ്യതയുള്ളവരാകത്തുള്ളൂ, അല്ലേ? അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ആരെ നമ്മൾ സമയത്തിന് മുന്നേ വിധിക്കല്ലേ. വിധിക്കുന്നത് ആരാ വിധിക്കുന്നത്? ദൈവമാ വിധിക്കുന്നത്, അല്ലേ? ദൈവമല്ലേ സകലവും അറിയുന്നത്. നമ്മൾ പെട്ടെന്ന് ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ടോ അവര് നടക്കുന്ന സ്റ്റൈല് കണ്ടിട്ടോ വിധിക്കാൻ നിൽക്കരുതെന്ന് ഇത് ദൈവമക്കളാകുന്ന നമുക്കും ഒരു പാഠമാ. അതിന് ദീപ്തി ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവള് പറഞ്ഞ ഒരു കഥ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കഥയെന്ന് പറയല് റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാ. അവള് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവള് മറന്നു കാണത്തില്ലായിരിക്കും, എങ്കിലും പറയാം. അവള് നാട്ടിലായിരുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ പ്രേയറിന് വന്നു. അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വന്നപ്പം അവര് ഭയങ്കരമായിട്ട് മേക്കപ്പും ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം നമ്മൾ മലയാളീസ് അല്ലേ, അവരാണെങ്കിൽ ഇങ്ങനെ വല്ലാത്ത രീതിയിലൊക്കെ ഇവരെ നോക്കി.
പക്ഷെ ആ ഒരു സ്ത്രീ അവരുടെ കഥ കേട്ട് കഴിഞ്ഞപ്പം നമുക്കൊരിക്കലും വിശ്വസിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ടാ അവരങ്ങനെ വന്നതെന്ന്. അവര് പറഞ്ഞത് അവര് തുർക്കിയിലാന്ന് തോന്നുന്നു. ടർക്കി പോയിട്ട് ഈ സുവിശേഷവായിട്ട് പോയിട്ട് ആ സ്ത്രീയെ റേപ്പ് ചെയ്തു. അപ്പൊ അവരുടെ മുഖത്ത് ഭയങ്കരമായിട്ട് പാടുകളൊക്കെ ആയി. അതുപോലെ അവരെ ജയിലിലടച്ചു. അപ്പൊ അവിടെ വെച്ച് ഒരുപാട് പീഡനം അനുഭവിക്കേണ്ടതായിട്ട് ആ സ്ത്രീക്ക് വന്നു. അപ്പൊ ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് ഈ ഈ നമ്മുടെ മുഖത്ത് മേക്കപ്പും ഒക്കെ ഇട്ട് ആ സ്ത്രീ പോയത്. പക്ഷേ അവരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോ ഇനിയും പോണം. സുവിശേഷവായിട്ട് ദൈവത്തെക്കുറിച്ച് പറവാൻ. അപ്പോ ആ വിധിക്കുന്ന ആളുകൾക്ക് ദൈവസന്നിധിയിൽ എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? അവര് ദൈവസന്നിധിയിൽ നീതിയുള്ളവളായിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെയും വിധിക്കാൻ പോകരുത്. ഇത് എനിക്കും ഒരു പാഠവാ. ഞാനും മനസ്സിലാക്കുന്നെ നമ്മൾ ആരെയും വിധിക്കരുത്. വിധിക്കുമ്പോൾ നമ്മളുടെ കണ്ണി കോലിരിക്കുക. അത് ആദ്യമേ എടുത്തു മാറ്റണം. എന്നിട്ട് വേണം അന്യനെ സ്നേഹത്തിൽ ഉപദേശിക്കാനും ദൈവസന്നിധിയിൽ അതായത് കൂട്ടി നിർത്താനും പലപ്പോഴും പലരും മടിക്കുന്നത് നമ്മുടെ അടുത്തേക്ക് വരാൻ നമ്മൾ വിധിക്കുമെന്നുള്ള ആ ഒരു സ്വഭാവം കൊണ്ടാ. പലപ്പോഴും ചില പേര് കൊണ്ട് നമ്മളെ ആളുകളെ വിധിക്കാറുണ്ട്. ഡ്രഗ് അഡിക്ട്സ്. നമ്മൾ ആ പേര് ഉപയോഗിച്ച് അവരെ പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ദൈവം അവരുടെ പേര് അവരെ എന്താ ദൈവം വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥ. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുറ്റമായിട്ടല്ല, പലപ്പോഴും ഞാനും പറയും ഡ്രഗ് അഡിക്ട്സ് ആണോ? അതാണോ ദൈവം ഇട്ട പേര്? ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പേര് അതാണോ? അവരവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയി അല്ലേ? പക്ഷേ അവര് ദൈവത്തെ അറിഞ്ഞു വരുമ്പോ ഏഹ് അതായത് ദൈവത്തിന്റെ മുമ്പിൽ അവർക്ക് കിട്ടുന്ന നീതീകരണം എത്ര വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കരുത്. ഇനി താഴെ അങ്ങോട്ട് വായിക്കാം. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? ദൈവത്തിന്റെ വിധിയിൽ നിന്ന് നിനക്ക് തെറ്റിയൊഴിയുമെന്ന് നീ നനയ്ക്കുന്നുണ്ടോ എന്നാണ് അപ്പസ്തോലൻ ഇവിടെ ചോദിക്കുന്നത്. എന്നിട്ട് പറയുക, അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അപ്പം ഇവര് ചിന്തിക്കുമ്പോ ദൈവം ശിക്ഷയൊന്നും തന്നെ കൊടുക്കുന്നില്ല ഇങ്ങനെ വിധിക്കുന്ന മനുഷ്യന്. അപ്പൊ അവര് ചിന്തിക്കുന്നേ ഞങ്ങള് ചെയ്യുന്ന നല്ല കാര്യവാ എന്നാ അവര് ചിന്തിച്ചിരിക്കുന്നേ. പക്ഷേ ദൈവം അവിടെ എന്തോ കൊടുക്കുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ദയ കാണിക്കുക അവരോട്. എന്തിനാ ദയ കാണിക്കുന്നേ? അവര് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം ദയ കാണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിധിക്കുന്ന മനുഷ്യരോട്, ഇല്ലെങ്കിൽ സെൽഫ് റൈറ്റസ് ആയിട്ട് നടക്കുന്ന മനുഷ്യരോട് ദൈവം ദയ കാണിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവിടുന്ന് ദയാലുവാകുന്ന ദൈവമാ, ദീർഘക്ഷമയുള്ള ദൈവമാ. പലപ്പോഴും ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്തോ വെച്ചേക്കോ, കോടാലി വെച്ചേക്കുവാ. വെട്ടിക്കളയാതിരിക്കുന്നത് ദൈവത്തിന്റെ നമ്മളോടുള്ള ദയയാണ് അല്ലേ? ഞാൻ പലപ്പോഴും എന്നെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ കർത്താവ് എന്നേ എന്നെ വെട്ടിക്കളയേണ്ടതാ. പക്ഷെ വെച്ചിരിക്കുന്നതിന് കാരണം ദൈവത്തിന്റെ കൃപയും ദയയും, കർത്താവിന്റെ ദയയാ. അതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നുവെച്ചാൽ ഒരു മഹത്വവും പറയാൻ എനിക്ക് എന്നെ തന്നെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു മഹത്വവും പലപ്പോഴും എൻ്റെ സ്വഭാവം അറിയാവുന്നത് ഞാൻ പറയും അരവിന്ദേണ്ണ അറിയാവുന്നേ കൂടുതലായിട്ട്. നിങ്ങളെല്ലാം പറയും ഞാൻ നല്ലതാന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം എൻ്റെ കൂടെ ജീവിക്കുന്ന അരവിന്ദേണ്ണ അറിയാം, ഇല്ലെങ്കിൽ അരവിന്ദന്റെ സ്വഭാവം എനിക്കറിയാം. അപ്പൊ പലപ്പോഴും ഈ കോടാലി വെച്ചേക്കുവാ, വെട്ടാതെ നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണേ എനിക്ക് ദൈവസന്നിധി പറയാനൊക്കത്തുള്ളൂ. അതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇനി ദൈവത്തിന്റെ ദയ, നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തന പുസ്തകം 33:5, അതിന്റെ തന്നെ 52:1. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കണ്ടോ, ദൈവത്തിന്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. 52:1 ഒന്ന് വായിക്കുമോ? വീര, നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ത്? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു.
കണ്ടോ? ദുഷ്ടതയെ പ്രശംസിക്കുന്നത് എന്തിനാ? ദൈവത്തിന്റെ ദയ നിരന്തരമാകുന്നു. ദൈവം ദയയുള്ളത് കൊണ്ടാ ഇപ്പോ ശിക്ഷിക്കാതെ വിടുന്നതെന്ന് മാത്രമേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇനി ഒരു ഭാഗം വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കണ്ടോ? കർത്താവിന്റെ വായിച്ചോ സീനായെ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴങ്ങത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ ദൈവം എന്ത് കൊടുക്കുക? മാനസാന്തരപ്പെടുവാൻ അവസരം തന്നേക്കുക. എന്തിനാ? നമ്മൾ മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ. ഇല്ലെങ്കിൽ ഈ സെൽഫ് റൈറ്റസ് ആയിട്ട് നടക്കുന്നവരൊക്കെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇനി സഭാപ്രസംഗിയുടെ പുസ്തകം 8:11 ഇപ്രകാരം പറയുന്നു: ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ്ക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. എന്ന് വെച്ചാൽ ഈ സാവകാശം ദൈവം കൊടുക്കുമ്പോൾ മാനസാന്തരപ്പെടേണ്ടതിന് വരെ ഇവര് ചെയ്യുന്നത് എന്തുവാ? അങ്ങ് ദുഷ്പ്രവൃത്തി ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ ഇവിടെ അപ്പസ്തോലൻ ചോദിക്കുവാണ്, അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിച്ചു കളയുവാന്നോന്നാ ചോദിക്കുന്നേ. അപ്പൊ അപ്പസ്തോലൻ അവിടെ ആഗ്രഹിക്കുന്ന ദൈവം മാനസാന്തരത്തിലേക്ക് നടത്താനാ നിന്നെ വെച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ നീ എന്തോ കൊടുക്കണം? മറ്റുള്ളവരെ വിധിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി ഈ വലിയവനാകുന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞു വരേണ്ടത് നിനക്ക് ആവശ്യമായിട്ടുണ്ട് എന്നാണ് അവിടെ അപ്പസ്തോലൻ പറയുന്നത്. ഇനി അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചറുതിച്ചു വെക്കുന്നു. അപ്പൊ മാനസാന്തരപ്പെടുന്നതിന് പകരം ഇവർ മാനസാന്തരപ്പെടാൻ കൂട്ടാക്കാത്ത ആളുകള്. അപ്പൊ അപ്പസ്തോലൻ പറയുക, എന്തുകൊണ്ടാ അവരുടെ ഹൃദയം എങ്ങനാ? എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്ന അവസ്ഥയാ. ഹൃദയ കാഠിന്യം വന്നു കഴിഞ്ഞാൽ, നമ്മള് ഹീബ്രുവിലല്ലേ വായിച്ചേ, ഹൃദയ കാഠിന്യം വന്നു കഴിഞ്ഞാൽ എന്തുവാ? അവിശ്വാസം ഉണ്ടാവും. ഒന്നും ആരും പറഞ്ഞാലും അംഗീകരിക്കാൻ അവർക്ക് മനസ്സ് കൂട്ടാക്കത്തില്ല. അപ്പൊ ഇവരുടെ ഹൃദയം കഠിനപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെ അവരുടെ ഹൃദയം ഒട്ടും അനുതാപമില്ല. അനുതപിക്കുന്ന ഒരു ഹൃദയമല്ല അവർക്കുള്ളത്. അതുകൊണ്ട് അപ്പസ്തോലൻ പറയുക, നീ ദൈവത്തിന്റെ നീതിയുള്ള വെളിപ്പെടുന്ന അതിനെ കോപ ദിവസം എന്നാ പറയുന്നേ. ആ ന്യായവിധിയെ കോപ ദിവസത്തേക്ക് എന്തോ കൊടുക്കുക? നീ നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. എന്തോ ഈ ചരതിച്ചു വെക്കുക? കൂട്ടി വെക്കുക. ഈ ദൈവസന്നിധിയിൽ ദൈവത്തിന് അവനോട് കോപമാ. അത് കൂട്ടി ഈ പ്രവൃത്തി ചെയ്ത് ദുഷ്പ്രവൃത്തി ചെയ്ത് മറ്റുള്ളവനെ വിധിച്ച് മാനസാന്തരപ്പെടാതെ നടന്ന് ദൈവസന്നിധിയിൽ ഈ കോപത്തെ ഉണ്ടല്ലോ കൂട്ടി വെച്ചോണ്ടിരിക്കുക. ഇത് ദൈവത്തിന് നല്ലപോലെ അറിയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് റെവലേഷൻ ചാപ്റ്റർ 20:11 തൊട്ട് 15 വരെ ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം.
ഇവിടെ ജീവപുസ്തകത്തിൽ ഇവിടെ പറയുന്നത്, ആ ഒരു ഭാഗത്ത് പറയുന്നത്, ദൈവത്തിന്റെ ന്യായം വിധിക്കുന്ന ദിവസം സകല മനുഷ്യരും എന്ത് കൊടുക്കും? ദൈവത്തിന്റെ ന്യായ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാ. അപ്പൊ അവന് ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം കൊടുക്കും. അപ്പൊ ഈ ഒരു കൂട്ടർ എന്തുവാ ചെയ്യുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ന്യായ ദിവസത്തേക്ക് ദൈവസന്നിധിയിൽ ആ കോപത്തെ ഉണ്ടല്ലോ കൂട്ടി വെച്ചോണ്ടിരിക്കുക മാനസാന്തരപ്പെടാതെ. അതുകൊണ്ട് അപ്പസ്തോലൻ ഇവരെ കുറിച്ചും ആഗ്രഹിക്കുന്ന, ഇവര് മാനസാന്തരപ്പെടുക മാത്രമല്ല, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഇവരുടെ ഹൃദയത്തിന്റെ കഠിനത മാറുകയും ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കുകയും, അതായത് ആ ന്യായവിധി ദിവസത്തിൽ ഈ ചരതിച്ചു വെച്ചേക്കുന്ന കോപത്തെ ഉണ്ടല്ലോ ദൈവം അത് ഒഴുക്കി കളയുവാൻ കാരണമാകണമെങ്കിൽ അവിടുത്തെ പുത്രനെ വിശ്വസിച്ച് ആ നീതീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ജനത്തിനൊരു രക്ഷയുള്ളൂ എന്ന് അപ്പസ്തോലൻ ഇവരെ വിസ്തരിച്ചുകൊണ്ട് അവരെ തെളിയിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇനി താഴെ അങ്ങോട്ട് വരികയാണ്. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം നൽകും. നമ്മൾ റെവലേഷനിൽ ഇപ്പൊ വായിച്ചു, ന്യായവിസ്താരത്തിൽ വെള്ളസിംഹാസനത്തിൽ കർത്താവ് ഇരുന്ന് ന്യായം വിധിക്കുമ്പോൾ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം കൊടുക്കും. എന്നിട്ട് പറയുക, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. അപ്പൊ ഈ നല്ല പ്രവൃത്തിക്ക് വേണ്ടി സ്ഥിരമതയോടെ അന്വേഷിച്ച് ഗ്ലോറിയും ഓണറും ഒക്കെ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുക എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തോ പ്രവൃത്തി ചെയ്തിട്ടാണോ നമുക്ക് നിത്യജീവൻ കിട്ടുന്നതെന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്കൊരു ഭാഗം വായിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:28-29. അവിടെ എന്തുവാണ് ഈ നല്ല പ്രവൃത്തി എന്ന് നമുക്ക് പറഞ്ഞു തരും. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്തുവാ ദൈവത്തിന് പ്രസാദമുള്ള ഈ നല്ല പ്രവൃത്തി? എന്തുവാ? കർത്താവ് അതായത് യേശു ക്രിസ്തുവിൽ, അവിടുത്തെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതാണ് നല്ല പ്രവൃത്തി. അത് അന്വേഷിക്കുന്നവർക്കുണ്ടല്ലോ എന്തുവാ ദൈവം വാഗ്ദത്തം ചെയ്തേക്കുന്നേ? നിത്യജീവൻ ദൈവം അവകാശമായിട്ട് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇനി താഴേക്ക് വരുമ്പോ അവിടെ പറയുന്നു, നിത്യജീവനും ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർ. എന്തോ ഈ സത്യം, വഴിയും സത്യവും ജീവനും ആരാ? നമ്മുടെ കർത്താവാ. ശാഠ്യം പൂണ്ടി ദൈവത്തെ അനുസരിക്കാതെ വിശ്വസിക്കാത്തവർക്ക് എന്തുവാ കിട്ടുന്നത്? അവർക്ക് കോപവും ക്രോധവും കൊടുക്കുമെന്നാ പറയുന്നത്. എന്തുവാ ഈ കോപവും ക്രോധവും? യോഹന്നാന്റെ സുവിശേഷം 3:36. അതുപോലെ വേറൊരാൾ ഒരു ഭാഗം വായിക്കണേ. 90-ാം സങ്കീർത്തനം അതിന്റെ 7-11 വാക്യം ഒന്ന് വായിക്കണം. അത് മോശയുടെ പ്രാർത്ഥന അവിടെ പറയുന്നത്. അതിനു മുമ്പേ എന്തുവാ ഈ കോപം ക്രോധം? ഒരു രീതി പറഞ്ഞ കോപം എന്ന് വെച്ചാൽ എനിക്ക് ഒരാളോട് കോപമുണ്ട്. ഈ ക്രോധം എന്തുവാന്നറിയാവോ? ഈ ഇങ്ങനെ കോപം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, അത് പൊട്ടി ഒഴുകുന്ന അവസ്ഥ, അതാണ് ക്രോധം. അപ്പൊ എന്തുവാ കോപവും ക്രോധം? അതൊന്ന് നമുക്ക് വചനത്തിൽ നിന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. കണ്ടോ? പുത്രനെ വിശ്വസിക്കുന്നവൻ എന്തോ നിത്യജീവനുണ്ട്. വിശ്വസിക്കാത്തവനോ അനുസരിക്കാത്തവനോ അവനിൽ ദൈവത്തിന്റെ എന്തോ ഉള്ളേ? ക്രോധം ഉണ്ടെന്ന അടക്കി വെച്ച കോപം അങ്ങ് അഴിച്ചു വിടുന്ന ഒരവസ്ഥയാണ് ക്രോധം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് ഒരാളോട് കോപമുണ്ട്, എനിക്ക് പറയാനൊക്കെ ക്രോധം ഉണ്ടെന്ന്, എന്ന് വെച്ചാൽ കുറെ നാളായിട്ട് അടക്കി വെച്ച ഈ കോപങ്ങളെ അങ്ങ് അഴിച്ചു വിടുന്ന ഒരവസ്ഥയാണ് ക്രോധം എന്ന് പറയുന്നത്. ഇനി അതായത് സങ്കീർത്തന പുസ്തകം 90-ന്റെ 7-11 വായിക്കുക. അത് മോശയുടെ പ്രാർത്ഥനയാ. അതൊന്ന് വായിക്കാം നമുക്ക്. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. കണ്ടോ? അവിടെ പറയുന്ന ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും
നിന്റെ ക്രോധത്താൽ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഭ്രമിച്ചും പോകുന്ന അവസ്ഥ. അപ്പം ഈ മനുഷ്യർ എന്തുവാ ചെയ്യുന്നേ? ആ ന്യായവിധി ദിവസത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കോപം ചരതിച്ചു വെക്കുക. ഏറ്റവും അവസാനം അതൊരു ക്രോധമായിട്ട് ദൈവത്തിന്റെ ഒരു റാത്തായിട്ട് പൊട്ടി ഒഴുകുവാനായിട്ട് ഇടയായിത്തീരും. അന്നുണ്ടല്ലോ ഈ മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അതായത് നന്മ പ്രവർത്തിക്കുന്നവന് ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനും, വചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നിത്യജീവനും, അല്ലാതെ ശാഠ്യം പൂണ്ട് ഒന്നും ദൈവത്തെ വിശ്വസിക്കാതെ അനീതി പ്രവർത്തിച്ച് നടക്കുന്നവർക്ക് എന്തുവാ കിട്ടുന്നേ? കോപവും ക്രോധവും കിട്ടുവാനായിട്ട് ഇടയായി തീരുമെന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അവിടെ പറയുവാണ്, തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. എന്തുകൊണ്ട് ഈ യഹൂദനെ പറഞ്ഞേ? നമ്മള് ആ ഒരു സുവിശേഷം പറഞ്ഞപ്പോ അപ്പസ്തോലൻ പറയുക, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും ആദ്യം അത് യഹൂദനും യവനനും. എന്ന് വെച്ചാൽ യഹൂദനിലൂടാണ് സുവിശേഷം ദൈവം ലോകത്തെ അറിയിക്കാൻ ഇഷ്ടപ്പെട്ടെ. പക്ഷെ യഹൂദൻ അവിടെ ദൈവത്തെ തള്ളിക്കളവാനായിട്ട് അബ്രഹാമിനോട് കൊടുത്ത ഒരു വാഗ്ദത്തം. നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമാണ് അവിടെ. അപ്പൊ എന്ന് വെച്ചാൽ അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നായിരുന്നു കർത്താവിന്റെ വാഗ്ദത്തം. അങ്ങനെയാണ് യഹൂദനെ ആദ്യം ദൈവം തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ യഹൂദന് ഇവിടെ പറയുന്നേ, ഇനി അത് യഹൂദനായിക്കൊള്ളട്ടെ. എന്ന് വെച്ചാൽ യഹൂദനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഏറ്റവും കൂടുതലായി ലഭിച്ച ഒരു ജനമാണ് ആരെന്ന് പറയുന്നത്? യഹൂദൻ. ഇതുപോലെ അത്ഭുതം കണ്ടിട്ടുള്ള ഒരു ജനമുണ്ടോ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെങ്കടല് പിളർക്കുന്ന, മാറയെ മധുരമാക്കുന്ന അവസ്ഥകൾ നമ്മൾ പറയും. അതെ, നമ്മുടെ ജീവിതത്തിലെ മാറയെ ദൈവം മധുരമാക്കി, ഇപ്പൊ കാടപ്പക്ഷികളെ ദൈവം കൊടുത്തു. എന്തൊക്കെ അത്ഭുതം കണ്ട ജനമാ അല്ലേ? പകൽ മേഘസ്തംഭവും രാത്രി എന്തുവായിരുന്നു? അഗ്നിസ്തംഭത്തൂണും അവരെ നടത്തിക്കൊണ്ടു പോയത് അല്ലേ? എന്നിട്ട് ഈ ജനത്തിന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇതുപോലെ ലഭിച്ച ജനത്തോട് അതുകൊണ്ട് പറയുക, ആദ്യം തിന്മ ചെയ്യുന്ന ഏത് മനുഷ്യനും അത് ആദ്യ യഹൂദനും പിന്നെ യവനനും എന്തുവായിരിക്കും വരുന്നത്? കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. എന്നിട്ട് ഇവിടെ പറയുക, ഇനി നന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കോ എന്തുവാ ലഭിക്കുന്ന ദൈവസന്നിധിയിൽ? മഹത്വവും മാനവും സമാധാനവും. അത് ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. എന്നിട്ട് ഇവിടെ പറയുവാണ്, നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ഇല്ലെങ്കിൽ യഹൂദനെ ഞാൻ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുക, അതുകൊണ്ട് ഞാൻ അവർക്ക് പ്രത്യേക ഒരു കെയറിങ് കൊടുക്കും, അങ്ങനെ പറയുന്ന ഒരു ദൈവമല്ല. നന്മ ചെയ്യുന്നവർക്ക് അത് ആദ്യ യഹൂദനായിക്കൊള്ളട്ടെ യവനനായിക്കൊള്ളട്ടെ സമാധാനവും, പിന്നെ അവിടെ എന്തുവാ പറയുന്നത്? മാനവും മഹത്വവും സമാധാനം ആദ്യ യഹൂദനും പിന്നെ യവനനും. പിന്നെ തിന്മ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ കഷ്ടവും, പിന്നെ അവിടെ പറയുന്നത് സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്നിധിയിൽ മുഖപക്ഷം ഇല്ല. ഇനി ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 11:20. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 11:20. പിന്നെ അവൻ തന്റെ വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. താഴേക്ക് വായിച്ചു സീനായെ. കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിനും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനിലും സഹിക്കാതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കണ്ടോ, അവരോട് പറയുക, അവരെയും ദൈവം പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്. ദൈവം എല്ലാരെ കുറിച്ചും, ഇപ്പൊ നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറയാനല്ല, തെറ്റ് തിരിച്ചറിയുമ്പോഴുണ്ടല്ലോ ദൈവസന്നിധിയിലേക്ക്
കടന്നു ചെന്ന് അതൊരു ദൈവ പൈതലായിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് കൊടുക്കണം? എല്ലാ നിമിഷം പ്രതി നിമിഷം ദൈവത്തിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ ഒരു എന്ത് കൊടുക്കണം? ദൈവത്തിന്റെ ആ ഒരു കഴുകൽ പ്രാപിച്ച് ഓരോ നിമിഷവും ദൈവസന്നിധിയോട് നമ്മൾ അടുത്ത് ചെല്ലുവാനായിട്ട് ഇടയായി തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ അകമേ ചെയ്യുന്നത് ദൈവം, അതായത് പുറമേ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എന്തുമാകാം, പക്ഷേ നമ്മളുടെ ദൈവം അകമേ നോക്കുന്ന ദൈവമാ. നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ ചിന്തിച്ചോണം, നമ്മളും അത് തന്നെ പ്രവർത്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ വിധി, ദൈവത്തിന്റെ വിധി നമ്മളുടെ മേലേക്ക് വരുവാനായിട്ട് ഇടയായി തീരും. എന്നിട്ട് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട്: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദൈവം അന്തർഭാഗത്തെ നോക്കുന്ന ദൈവമാ. നമ്മൾ ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം. എന്ന് വെച്ചാൽ കർത്താവ് അങ്ങനെ അല്ലായിരുന്നോ? അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിന്റെ തലയോളം, ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ എന്ത് കൊടുക്കണം? വളരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാ. കർത്താവിന്റെ ആ ഒരു സ്വഭാവം നമ്മളിൽ അത് മൊത്തമായിട്ടൊന്ന് ആഗിരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് ഇടയായി തീരണം. അപ്പൊ ഈ ഒരു ഭാഗം, ഇന്ന് ഇത്രയും ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഭാഗത്തിൽ കണ്ട ആളുകളുടെ പ്രത്യേകത എന്തുവാ? അവരെന്ന് പറയുമ്പോൾ സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആളുകളെ പൗലോസ് കോടതി സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അങ്ങനെ കൊണ്ടു നിർത്തി അവരോട് പറയുവാണ്, നിങ്ങൾ പാപികളാണ്. എന്ത് കാരണത്താലാ പാപികള്? നിങ്ങൾ മറ്റുള്ളവരെ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാ. വിധിക്കുക മാത്രമല്ല, എന്ത് കാരണത്താലാണോ വിധിക്കുന്നത് അത് നിങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു ന്യായവും പറയുവാൻ സാധിക്കത്തില്ല. എന്നിട്ട് അവിടെ പറയുക, നീ എന്തെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ ഈ ഒരു അവസരം, ഇപ്പൊ ദൈവത്തിന്റെ ശിക്ഷ നീ ഇപ്പൊ പെട്ടെന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ ചിന്തിച്ചോണം, ദൈവം മറന്നു കളഞ്ഞു, ഇല്ലെങ്കിൽ ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിരിക്കുവല്ല. നിനക്ക് മാനസാന്തരപ്പെടാൻ, സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള ആളുകളോട് പറയാം, മാനസാന്തരപ്പെടാൻ ദൈവത്തിന്റെ ദയ അങ്ങനുള്ളതാ. മാനസാന്തരത്തിനായിട്ട് ദൈവം നിനക്ക് അവസരം തന്നേക്കുവാണ്. പക്ഷേ മാനസാന്തരപ്പെടാതെ നിന്റെ ഹൃദയം എങ്ങനെ കഠിനപ്പെട്ടിരിക്കുക. എന്നിട്ട് നീ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ന്യായവിധി ദിവസത്തിൽ എന്തുവാ? നിനക്ക് തന്നെ കോപം ദൈവസന്നിധി നീ കൂട്ടിവെച്ചോണ്ടേ ഇരിക്കുന്നു. അപ്പൊ എന്നിട്ട് അവരോട് പറയുവാണ്, ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ ദൈവം ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ഇല്ലെങ്കിൽ പകരം കൊടുക്കുന്ന ദൈവമാ. പകരം കൊടുക്കും. നല്ല പ്രവൃത്തിയാ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കും. അവിടെ നല്ല പ്രവൃത്തി എന്തുവാന്ന് പറഞ്ഞു? കർത്താവിനെ, അതായത് ദൈവപുത്രനായെന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, കർത്താവിന്റെ വചനം അനുസരിച്ച് നടക്കുന്നവന്, രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ട് അവന് നിത്യജീവൻ എന്ന് ഒരു അഷ്യൂരിറ്റി കൊടുക്കുക. അത് ലഭിക്കും. ഇനി ശാഠ്യം പൂണ്ട് സത്യത്തെ അനുസരിക്കാത്തവരെ, സത്യമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആരാ? വഴിയും ജീവനും സത്യവുമാ. അനുസരിക്കാത്തവർക്ക് എന്തോ വരും? കോപവും ക്രോധവും വരും. കോപം എന്ന് പറയുമ്പോ അതിന്റെ മീനിങ് പറഞ്ഞു, എനിക്ക് ഒരാളോട് കോപമുണ്ട്. ക്രോധം എന്ന് പറയുമ്പോൾ ഒരു അഴിച്ചു വിടുന്ന അവസ്ഥയാ. ദൈവ കോപത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനൊക്കത്തില്ല, അല്ലേ? മനുഷ്യന്റെ കോപത്തെ കുറിച്ച് പിന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുമ്പോ എന്തുവാ പ്രിയപ്പെട്ടവരെ? സൊദോം ഗൊമോറ, അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി, ഇല്ലേ? ക്രോധം, ദൈവത്തിന്റെ ജ്വലിച്ച്, അതായത് ആകാശത്തിൽ നിന്ന് കന്മഴകൾ പെയ്തെന്നാ പറയുന്നത്. അതായത് അതിനെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ഒറ്റയടിക്ക്. അപ്പൊ ദൈവം ഈ ഒരു സമയത്ത് മാനസാന്തരപ്പെടാൻ ദൈവം അവസരം തന്നേക്കുവാ. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, ഇങ്ങനൊക്കെ ആകുമ്പോ നമ്മളൊന്ന് ചിന്തിച്ചേ, അവർക്ക് നീതീകരണത്തിന്റെ ആവശ്യകത ഇല്ലേ? അവർക്കും ഈ നീതീകരണം വേണ്ടേ? ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടേ? അപ്പൊ ഇങ്ങനെയുള്ളവരോടും ഈ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ നമ്മൾ ആരാ? കടപ്പെട്ടവരാ, അല്ലെ? ഇനി ഇത് വായിക്കുമ്പോ ദൈവമക്കളാകുന്ന നമ്മളിലും ഇങ്ങനെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെ വിധിക്കുന്നവരാണെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നമ്മള് ദൈവസന്നിധിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര ഭംഗിയായിട്ട്
എത്ര തെളിവായിട്ട്, എനിക്കൊന്ന് അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞതിനേക്കാളും ശ്രേഷ്ഠമായിട്ട്